ശിവരഞ്ജിനി സംവിധാനം ചെയ്ത വിക്ടോറിയ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം ഒരു ഗംഭീര സിനിമയാണ്. ഇതിനെ ഗംഭീരമാക്കുന്നത് ഇതിന്റെ പ്രമേയം തന്നെയാണ്. ആനുകാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയമാണ് ചിത്രത്തിനുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന പരിപാടികളൊക്കെ തന്നെയാണ്. സ്ഥിരമായിട്ടെന്ന് പറയാൻ കാരണം എല്ലാ ദിവസവും നമ്മൾ കേൾക്കണം എന്നില്ല, പക്ഷെ നമുക്ക് അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഒരു ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന കഥയാണ്. ഈ ബ്യൂട്ടി പാർലറിലാണ് മേജർ ഒരു ക്യാരക്ടർ. ഇവിടെ വരുന്ന സ്ത്രീകൾ, അതിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് നമ്മുടെ വിക്ടോറിയ. ഈ വിക്ടോറിയ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് മീനാക്ഷി ജെയിൻ എന്ന് പറയുന്ന നടിയാണ്. ഈ സിനിമയിൽ ഇവർക്ക് ഒരു മേജർ റോൾ ഉണ്ട്. ഇത് ഇവരുടെ സിനിമയാണ്, അതാണ് വിക്ടോറിയ എന്ന പേര് വരാൻ കാരണം. അപ്പൊ എന്തായാലും ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊരു കാമുകനുണ്ട്. ഈ കാമുകൻ എങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് സിനിമ പറയുന്നത്. ഇതിൽ മേജർ വേറൊരു ക്യാരക്ടർ ഉണ്ട്, അതാണ് നമ്മളൊരു പൂവൻ കോഴി. ഈ പൂവൻ കോഴി മാത്രമാണ് സിനിമയിൽ വരുന്ന ഏറ്റവും ഒരു പുരുഷ കഥാപാത്രം എന്ന് പറയുന്നത്. ആണായിട്ടുള്ളത് ഈ ഒരു പൂവൻ കോഴിയാണ്. അതല്ലാതെ വരുന്ന ആണുങ്ങൾ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാമുകനാണെങ്കിലും അവരൊക്കെ വീഡിയോ കോളിൽ വരുന്ന വെറും മുഖങ്ങൾ മാത്രമാണ്. ഈ പാർലർ ആണെങ്കിൽ തന്നെ എൻട്രി, ആണുങ്ങൾക്ക് എൻട്രി ഇല്ലാത്ത ഒരു പാർലറാണ്. അതുകൊണ്ട് തന്നെ വാതിൽ തുറക്കുമ്പോൾ കുറച്ച് സാധനങ്ങളോ അല്ലെങ്കിൽ ചായയൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് സിനിമയിലെ ആണുങ്ങൾ. അപ്പോൾ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ നിന്നും ഇത്തരത്തിൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു സിനിമ എടുക്കണമെന്ന് പറയുന്നത് കുറച്ചൊരു എന്താ പറയുക, ധൈര്യം വേണ്ട ഒരു പരിപാടി തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് കാണുന്ന ആൾക്കാർ, പ്രേക്ഷകർ പുരുഷന്മാരും കൂടി ആണല്ലോ. അപ്പൊ അവർക്കും കൂടി ഇത് കാണുമെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. സിനിമ എന്തായാലും ഗംഭീര ഒരു സബ്ജക്റ്റ് ആണ്. ഗംഭീരം എന്ന് പറയുന്നത് വെറുതെ അല്ല, ഇതൊരു സാധാരണ കഥയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കുന്ന കഥയാണ്. ആ ഒരു ബ്യൂട്ടി പാർലറിൽ അവരുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് വളരെ രമ്യതയോടെ, വളരെ ചിരിച്ചും അല്ലെങ്കിൽ നന്നായി പെരുമാറിയിട്ടാണ് ഈ പെൺകുട്ടി കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത്. പക്ഷെ ഇവരുടെ ഉള്ളിൽ ഒരു കനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഒരു ടൈമിൽ കനലൊക്കെ തന്നെയാണ്. ആ ഒരു പ്രായത്തിലൊക്കെ കുറച്ച് കഴിഞ്ഞ് ഡെവലപ്പ്, അതായത് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് അത് എന്ത് ഇന്റൻസിറ്റി ഇത്രയൊക്കെ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പലരും ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ ഇത് പുള്ളിക്കാരി അത്ര പ്രായമുള്ള ആളൊന്നുമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ വരുമ്പോൾ ഭയങ്കര ഒരു രസകരമായിട്ട് തന്നെ നമ്മുടെ ശിവരഞ്ജിനി എന്ന് പറയുന്ന പുതുമുഖ സംവിധായക ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണേണ്ട ഒരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന വിക്ടോറിയ. അപ്പോൾ ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മീനാക്ഷി ജെയിൻ എന്ന് പറയുന്ന നായിക വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ നടിമാരും, അതായത് ശ്രീഷ്മ ചന്ദ്രൻ, ജോളി ചെറിയക്കുഞ്ഞ്, എനിക്ക് പേരറിയാത്ത പലരുമുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന വിക്ടോറിയ.